മഹാന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ 10ലധികം പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ 10 പള്ളികളിൽ അവർ നമുക്ക് ഖുതുബ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിലും ആ സ്വഹാബികളുടെ കാലത്ത് അനറബി ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. അതേ മലയാളികളായ ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് മതം പഠിപ്പിച്ചു കൊടുത്ത അറബികളാണല്ലോ സ്വഹാബിമാര്. എന്നാൽ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യമുള്ള സമയമെന്ന് കരുതിയിട്ട് ഒരു സ്വഹാബിയും മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടില്ല. അപ്പം മൗലവി ഇവിടെ ഒരു ഉഡായിപ്പ് കാട്ടുന്നുണ്ട്. എന്താ മൂപ്പര് പറയണത്? ഒരു പത്ര കട്ടിങ്ങിൽ ഒരു പരസ്യമുണ്ട്. കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളിയിൽ അനറബി ഭാഷയിൽ ഖുതുബ ഓതുന്ന ഇമാമിന് ആവശ്യമുണ്ട് എന്നും പറഞ്ഞിട്ട് വന്ന ഒരു പത്ര പരസ്യം കാട്ടിയിട്ടാണ്. കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയുണ്ട്, ധർമ്മടത്തെ പള്ളിയുണ്ട്. ഇവിടെ ഒന്നും അനറബി ഭാഷയിൽ ഒരു ഖുതുബ ചൂണ്ടിക്കാണിച്ചു തരാൻ വഹാബികൾക്ക് കഴിയില്ല. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളിയുടെ ചാരത്തന്ത്യനിദ്ര കൊള്ളുന്ന ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജാറണ്ട പള്ളിയുടെ ചാരത്തെ അത് സ്വഹാബികളിൽ നിന്ന് മതം പഠിച്ച മുഅ്മിനീങ്ങൾ കെട്ടിയ ജാറമാണ്. ആ ജാറത്തിന്റെ അടുത്ത് ഖമരിയ ബീവി എന്ന് പറയുന്ന അവിടുത്തെ ഭാര്യയുണ്ട്. ആ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകുമ്പോ തമാശക്ക് പോലും അല്ലെങ്കിൽ മരുന്ന് കൂട്ടാൻ പോലും ഒരു പ്രാവശ്യം ജുമുഅ ജമാഅത്തുകൾക്ക് ഖമരിയ ബീവി കൊടുങ്ങല്ലൂരിലെ പള്ളിയിലേക്ക് പോയിട്ടില്ല. അവരോ അവരുടെ തൊട്ടടുത്ത തലമുറയോ ആരും അവിടെ അനറബി ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. പിന്നെ സംഭവിച്ചത് എന്താണ്? 1940-കൾക്ക് ശേഷം ചില വഹാബി കമ്മിറ്റിക്കാർ, അങ്ങനെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് കേരളത്തിൽ ഒരു പരിപാടി, സുന്നിപ്പള്ളി കമ്മിറ്റിയിൽ നുഴഞ്ഞു കയറി വഹാബികൾ സുന്നിപ്പള്ളി കയ്യിലാക്കണ പരിപാടി. അങ്ങനെ കോഴിക്കോട് 10-12 പള്ളി വഹാബികൾ നമ്മളത് കട്ടിട്ടുണ്ട്. നിലമ്പൂരിലെ മൈലാടിപ്പള്ളി, അവിടെ ഇന്നും ആ പള്ളിന്റെ മുറ്റത്ത് ഒരു ജാറമുണ്ട്. സുന്നികളുടെ പള്ളി കമ്മിറ്റി കയറി കട്ടെടുത്തതാണ്. അങ്ങനെ ഒരു ചെറിയ ഗ്രഹണം കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പും അതില്ല, ശേഷവും അതില്ല. കാബളിപ്പിക്കൽ മൗലവിമാർ, ദജ്ജാലുകൾ ആ പത്ര കട്ടിങ് എടുത്ത് കാണിച്ചിട്ട് ഹിജ്റ 5 മുതൽ ആ പള്ളിയിൽ ഇന്ന് വരെ അറബിയിലാണ് ഖുതുബ വരുത്താൻ വേണ്ടി ശ്രമിക്കാൻ. അങ്ങനെ സ്വഹാബത്തുണ്ടാക്കിയ പള്ളിയിലൊക്കെ അനറബിയാണ് എന്ന് വരുത്താൻ വേണ്ടി പച്ച നുണ പറയണ ഉഡായിപ്പ്. ഉമ്മമാരെ എന്ന് വിളിച്ചു കണ്ട് എല്ലാ പള്ളിയിലും മലയാളത്തിലല്ലേ ഇവിടെ മുജാഹിദുകളുടെ പള്ളിയുണ്ടോ? അല്ല, എല്ലാ പള്ളിയിലും അറബിയിലല്ലേ ഇവിടെ മുജാഹിദുകളുടെ പള്ളിയുണ്ടോ? അവിടെ കണ്ടോ മലയാളത്തിലാണ്. ഇവർക്ക് എന്ത് ഇസ്ലാമിന്റെ പാരമ്പര്യാണ്? എന്ത് ഇസ്ലാമിന്റെ പാരമ്പര്യം ഉള്ളത്? തുർക്കി ഖിലാഫത്തിനെ തകർത്ത പടിഞ്ഞാറിന്റെ മച്ചുനനായ മുസ്തഫ കമാൽ പാഷയാണ് ആദ്യമായിട്ട് നാട്ടുകാര ഭാഷയിൽ ഖുതുബയാക്കി. അയാൾ നിക്കാരം ബാങ്കൊക്കെ ആക്കിയിരിക്കണ്. അതിന്റെ ഭാഗമായിട്ട് ചെയ്ത തോന്നിയാസാണ് അത് എന്ന് നിങ്ങളുടെ നേതാവായ റഷീദ് പോലും എഴുതി വെച്ചിട്ടുണ്ട്. വർത്താനം കേട്ടാ തോന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല, അല്ലെങ്കിൽ സമസ്തയുടെ പള്ളികളിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. സമസ്തന്റെ പള്ളിയിൽ നല്ല സ്വഹാബികൾ ഉണ്ടാക്കിയ 10 പള്ളിയിൽ അവരിത് പഠിപ്പിച്ചിട്ടില്ല, അവരുടെ തൊട്ടടുത്ത തലമുറ പഠിപ്പിച്ചിട്ടില്ല. KM മൗലവി തന്റെ ജുമുഅ ഖുത്ബ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്, ലോക മുസ്ലിമീങ്ങളിൽ ഹിജ്റ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ലോകത്തെവിടെയും അനറബി ഭാഷയിൽ ഒരു ഖുത്ബ ഒരു മുസ്ലിമും എവിടെയും നടത്തിയിട്ടില്ല. ആദ്യമായി ഖുത്ബ നാട്ടുകാര ഭാഷയിൽ നടത്തിയത് മുസ്ലിം വിരുദ്ധനായ മുസ്തഫ കമാൽ പാഷയാണെന്ന് നിങ്ങളുടെ നേതാവ് തന്നെ റഷീദ് എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഖുത്ബയുടെ ഭാഷ അതാണല്ലോ ചർച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്തായിരുന്നു? ഖുർആൻ ഓതിയിരുന്നു. അതെ, നമ്മളും ഖുർആൻ ഓതുമല്ലോ, നിർബന്ധമായിട്ട് ഓതും ഖുർആൻ. ജനങ്ങളെ ഉത്ബോധിച്ചിരുന്നു. നമ്മളും ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതിലപ്പോ വഹാബികളായിട്ട് നമുക്ക് തർക്കം. ഈ അറബി അറിയാത്ത ആളുകൾക്ക് ഒരായത്ത് കേൾക്കുമ്പോ അത് ആയത്താന്ന് മനസ്സിലാകുമോ? നമ്മളൊക്കെ കണ്ടില്ല നിങ്ങള് ആയത്തൊക്കെ നമ്മളെ പള്ളിയിൽ ഖുത്ബക്ക് വരുന്ന ഖുത്ബയാക്കാൻ വരുന്ന എല്ലാ സുന്നിയക്കും അറിയാം. മൗലിയാർ ആയത്ത് ഓതുമ്പോ കലാമു റബ്ബിൽ ആലമീൻ സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലാഹു. ഖതീബ് ഖുർആൻ ഓതാനാണ് നിൽക്കുമ്പോ കാണാം പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണ് ദിക്ർ കേൾക്കുന്നത്. അതൊക്കെയല്ലേ വിവരമുള്ളവല്ല ഞങ്ങള്. അതൊരു ഇബാദത്താണ്, ആയത്തിൻ്റെതാണ്, ഉപദേശന്നതാന്നൊക്കെ അറിയും ഞങ്ങൾക്ക്. അതെങ്ങനെയാ? അതങ്ങനെയാണ്. അതെ, തട്ടാൻ്റെ അടുത്ത് പോയി നോക്കിയാല്
തട്ടാന് പ്രത്യേക നല്ല പയക്കം തയക്കമുള്ള തട്ടാനാണെങ്കിൽ ഓൻ്റെ കയ്യിലാണ് കൊണ്ടേ കൊടുത്താൽ മതി, മുക്കും ഒറിജിനലും. അങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറയും മൂലരെ ഇത് മുക്കാണ്, ഇത് പണ്ടാണ് അറിയും. അതെങ്ങനെയാ അതോന് നോക്കിയാ അറിയും. എന്നതുപോലെ സുന്നിപ്പള്ളിക്ക് ഖുതുബക്ക് വരുന്ന മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒരു പൊതു ധാരണ ഉണ്ടാവും. ഒരു ഹദീസ് കേൾക്കുമ്പോ അത് ഹദീസാണ് മനസ്സിലാകുമോ? ഇല്ല. ഇനി മനസ്സിലായിട്ടില്ലെങ്കിലോ ഖുതുബ ബാത്തിലാവോ? ആ കേട്ടത് എന്ത് വാഴായിട്ടോ ഓൽക്ക് മനസ്സിലാകുക? അതൊരു ദീനിയായ ഇബാദത്താണ് എന്ന് ഓൽക്കൊക്കെ മനസ്സിലാവും. ഞങ്ങൾ വെള്ളിയാഴ്ച ഖുത്ബ എന്ന ഇബാദത്തും നിസ്കാരം എന്ന ഇബാദത്തും നിർവഹിക്കാൻ പോവുകയാണ്, അല്ലാതെ പ്രസംഗം കേൾക്കാൻ പോവുകയല്ല. പ്രസംഗം കേൾക്കാൻ പോവുകയാണെങ്കിൽ എന്തിനാ ഇപ്പൊ ഇത് വെള്ളിയാഴ്ച ആ തിരക്കുള്ള ടൈമിൽ തന്നെ ആക്കുന്നത്? ആണ് വൈകുന്നേരം രാത്രി എല്ലാ പീടിയൊക്കെ അടിച്ചിട്ടാണ് സോം പോലെ അതേമാതിരിയാണ് പ്രസംഗിച്ചാൽ പോരെ. എത്ര നേരം പ്രസംഗിക്കുക? ഇതാ നേരല്ലാത്ത നേരത്ത് കൊണ്ടിങ്ങാണ്ട് അങ്ങനെ ആക്കണം. മാത്രമല്ല ഇത് ഒന്നുണ്ടാക്കി ചെയ്യണം, ഇത് പടിഞ്ഞാട്ട് പിന്നെ മിമ്പറമ കയറി ചെയ്യണം. മാത്രമല്ല വഹാബികൾ പെണ്ണുങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കലില്ലേ? നിങ്ങൾക്ക് എന്താ ഈ ഖുതുബയും പെണ്ണുങ്ങളെ കൊണ്ടാണ് പ്രസംഗിപ്പിച്ചൂടെ? ദത്താപ്പത് ഓല് പ്രസംഗിച്ചാല് അല്ലെങ്കിൽ തന്നെ ഈ തുല്യത തോളുമൊക്കെ ഇടുന്ന കാലാണ്, നടക്കൂലെങ്കിലും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ളത് അറബി അറിയുന്നവരായിരുന്നു. അതാണ്. ഇനി നമ്മളെ മുമ്പിലുള്ള അറബി അറിയാത്ത ആൾക്കാരാണ്. ഓൽക്ക് സംഗതിയൊക്കെ തിരിയണോ എന്നാ ഓല അറബി പഠിച്ചോട്ടെ. ഇനി തിരിയണ്ടേ അതൊരു ഇബാദത്താണെന്നുള്ള ഖുതുബക്ക് വന്ന് പോയിക്കോട്ടെ. ഇനിയിപ്പോ തിരിയണമെന്നാണോ? അല്ല വഹാബികളെ, നിങ്ങൾ കുറെ മൊയന്താൾ ഗൾഫിലില്ലേ, അവിടുത്തെ ഖുതുബയൊക്കെ നിങ്ങൾക്ക് തിരിയലുണ്ടോ? നിങ്ങൾ 2 കൊല്ലം ഗൾഫിൽ നിങ്ങാണ്ട് വരുമ്പോ ഈ ഒരു 2 മാസമല്ല നിങ്ങൾക്ക് ഈ തിരിയണ ഖുതുബയുള്ളൂ. 2 കൊല്ലം നിങ്ങൾക്ക് തിരിയാത്ത ഖുതുബയല്ലേ? ആ ജുമയൊക്കെ ഇപ്പൊ എവിടെയാ വരവെക്കുക? അപ്പൊ ആ ഭാഷയിലാണ്. ഇനി എല്ലാരും അറബി അറിയുന്നവരാണോ? ഒരു പ്രശ്നമില്ല. പ്രശ്നമുള്ളത് വേറുണ്ട്. 50 ബംഗാളി 50 മലയാളി ആണെങ്കിൽ ഭാഷ ക്യാ ഹേ? ഒരു പ്രശ്നല്ലേ? ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ ആണുങ്ങളും ഗൾഫിലാ. കൽക്കത്തക്കാരൊക്കെ നമ്മളെ രാവിലെ ഇങ്ങനെ അങ്ങാടി പോയി നോക്കിയാൽ കാണാ പണിക്ക് വിളിച്ചണവും കാത്ത് ഇങ്ങനെ സകല വരുമ്പത്തും ബംഗാളികൾ കുത്ര കിടക്കും. അങ്ങനത്തെ കാലത്ത് നിങ്ങളിപ്പോ ആ ജിദ്ദിയിലും റിയാദിലൊക്കെ ഒന്ന് ജുമാക്ക് പോയോക്കാണ് ഈ സൗദികളെ കാണാനല്ല, അവിടെ കുറച്ച് അഫ്ഗാനികളും ഉണ്ടാവും, ഇച്ചി പാകിസ്ഥാനികളും ഉണ്ടാവും, ഒരു മട്ടം പോലെ കുറച്ച് മലയാളികളുണ്ടാവും, പള്ളറച്ച് ബംഗാളികളും ഉണ്ടാവും. ഇതല്ല ഇപ്പൊ അവിടെയൊക്കെ ഇപ്പൊ ഏത് ഭാഷയിലാ? ഈ അജ്ജിനും ഉംറക്കും പിന്നെ ഹറമിലൊക്കെ ഖത്തീബ് എന്ത് ചെയ്യണോ? നമ്മളെ പള്ളിക്കലൊക്കെ ഉണ്ടല്ലോ ഒരു ബക്കറ്റ് പിരിവ് പോണേ. എന്ന മാതിരി വഹാബി പള്ളിയിൽ എന്ത് ചെയ്യണം? ഒരു ബാലച്ചുപെട്ടി പോണം. എന്തിന്? മൗലവി മിമ്പർ മക്കേറിന്റെ മുമ്പ് ഭൂരിപക്ഷം ആരതാ നോക്കല? എന്ത് വിവരം കെട്ട മതാടോ നിങ്ങൾ പറയണേ? ഇപ്പൊ തൃശ്ശൂര് സമസ്തയുടെ യുവജന സമ്മേളനം നടന്നു. അതെ, ഒരു യുവജന സമ്മേളനം നടന്നു. അമേരിക്കയിൽ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതനെ ഞങ്ങൾ കൊണ്ടുവന്നു. കേരളം പോലെ കൃത്യമായി ഇസ്ലാമിക പ്രബോധനവും പഠനവും നടക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അനറബി ഭാഷയിൽ ഖുതുബ ഓതുക എന്നൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് അതറിയില്ല. കൊണ്ടുവന്നതിന് ശേഷം മനസ്സിലായി. അയാളെ തിരുത്താൻ ശ്രമിക്കും. തിരുത്തിയിട്ട് വഹാബികളെ മാതിരി ഈ കുയിന്ത് കാട്ടി ഈ പിത്തനെന്നെ പറയുകയാണെങ്കിൽ അത് പുറത്ത് നിർത്തും, അല്ല നന്നായാലോ കൂട്ടിപ്പിടിക്കും. ഇത്രയേ ഉള്ളൂ. അതിലായ്മ വല്ലാതെ മുടുകണ്ട. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രധാന അതിഥി അയാളുടെ നാട്ടിൽ ഇംഗ്ലീഷിൽ കൂത്തുപടുത്തുന്ന ആളാ. അത് അയാളൊരു വിവരക്കേടാണ്. ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. നമ്മളെ നാട്ടിലൊക്കെ പോലെ ഈ സുന്നത്തിയമായത്തിന്റെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വഴികളൊന്നും കൃത്യമായി പഠിക്കാത്ത ഒരാളാണ്. എന്നാൽ അയാൾ മറ്റു വിഷയങ്ങളിലൊക്കെ മഖ്ബറി പോണ സുന്നിയാണ്, മൗലൂദ് ഓതുന്ന മനുഷ്യനാണ്. ഇങ്ങനൊരു അബദ്ധം അയാളെ കണ്ട് അയാളോട് ദഅവത്ത് നടത്തും. മത്സര്യ ബുദ്ധിയെ കാട്ടണിച്ചെങ്കിൽ വിദഗ്ധപ്പെടുത്തും. അല്ലാന്താ ഇല്ലാന്ന് പറയട്ടെ? അതൊന്നും പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതിനൊക്കെ കൃത്യമായൊരു നിലപാട് ഞങ്ങൾക്കുണ്ടാവും. അപ്പോ മറ്റു ഭാഷയിൽ ഖുത്ബ നടത്തുന്നവർ പുത്തൻവാദികളാണെങ്കിൽ ഈ ഉദ്ഘാടനം ചെയ്യാവുന്ന ആള് പുത്തൻവാദിയല്ലേ? അല്ല, അയാൾ നിങ്ങളെ പോലെ ഇത് വാദിച്ച് നടക്കണില്ല. മാത്രമല്ല അയാൾ ധാരണ പക്ഷക്കാണ്. തിരുത്തി വെക്കട്ടെ. പുത്തൻവാദിയെ കൊണ്ട് ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റും? ഇല്ലല്ല, ഇപ്പൊ ആ പോസ്റ്റിലില്ല. നിങ്ങളെ പോസ്റ്റില് മൂപ്പരില്ല. എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കാത്ത ഞങ്ങൾക്ക് അന്തള്ളോണ്ട്. ഇനി ഇവിടെ ചേരമാൻ പള്ളി പറഞ്ഞു. കേരള അത് പറയട്ടെ. ആദ്യം ഉണ്ടായ പള്ളി ചേരമാൻ പള്ളിയാണ്. ഉമ്മമാരെ, ആ പള്ളിയിൽ ഇപ്പോഴും അറബിയിലാണ് ഖുതുബ. ഇപ്പോൾ അവിടെ അറബിയിലാണ് ഖുതുബ. ഇടക്കൊരു പിത്തനങ്ങൾ കയറി ഉണ്ടാക്കിക്കണ്, അത് മുസ്ലിമീങ്ങൾ തിരുത്തിയും ചെയ്തിക്കണ്. ആ ഉണ്ടാക്കിയ പിത്തനപ്പ തെളിവാക്കണ്ട എന്നൊക്കെ പറഞ്ഞു വൈകാരികാക്കി. നന്ദി ഇത് കണ്ടോ നിങ്ങള്, ഖതീബിന് ആവശ്യമുണ്ട്. 985 ചന്ദ്രികയിൽ വന്ന ഒരു പത്രക്കുറിപ്പാണ്. അത് നിങ്ങൾ കമ്മിറ്റി കയറി കുത്തിത്തിരിപ്പുണ്ടാക്കിയ കാലാണ്.
അതിന്റെ മുമ്പും അതില്ല, ശേഷവും അതില്ല. എന്നെന്താ തെളിവ്? കെ എം മൗലവിന്റെ ബുക്ക് ഹിജ്റ 4 നൂറ്റാണ്ടിൽ അനറബി ഭാഷയിൽ എവിടെയും നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 940 ഹാജി അബ്ദുള്ള സേട്ടിന്റെ പള്ളിയിലാണ് ആദ്യമായി അനറബി ഭാഷയിൽ ഉറുദുവിൽ ഖുത്ബ നടന്നതെന്ന്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത്. ഇടക്കാലത്തുണ്ടായ പ്രശ്നമാണ്, അത് അവിടെ നേരത്തെ ഉണ്ടായ പരിപാടിയല്ല, ഇപ്പോൾ ഉള്ളതുമല്ല എന്നതിന് കെ എം മൗലവിയുടെ ബുക്കാണ് തെളിവ്. നിങ്ങൾ തന്നെ ഹാജി അബ്ദുള്ള സേട്ടിന്റെ പള്ളിയിലെ ഉറുദു ഖുത്ബയാണ് ആദ്യത്തെ ഖുത്ബ എന്ന് എഴുതി വെച്ചതാണ് തെളിവ്. വെറുതെ തൊള്ള വർത്താനം ഞങ്ങൾ പറയല്ല. അതുകൊണ്ട് അപ്പരസ്യം ലാപ്സായി പോയി. 9/10/1985 ചന്ദ്രിക. വെറുതെ മനക്കണ്ട, അതൊക്കെ പൊളിയാ. കേട്ടോളി. ഖതീബിന് ആവശ്യമുണ്ട്. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഖതീബായി തുടരുന്ന ഹാജി MK മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് എന്തു വേണം? പരിചയമുള്ള ഒരു സുന്നി ഖതീബിന് ആവശ്യമുണ്ട്. സുന്നി ഖതീബിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ജാമിയും മാനിയും ആയില്ലേ, എല്ലാം വ്യക്തമായില്ലേ. പിന്നെ അവിടെ എന്ത് പറയുന്നുണ്ട്? അനറബി ഭാഷയിൽ ഖുത്ബ ഓതണം എന്നൊരു പ്രത്യേക MP കൊടുക്കണേന്ന് എന്തിനാ? അത് നാട്ടു നടപ്പല്ലാത്തതുകൊണ്ടാണ്. അതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ മാതിരി തലയിലെങ്കിലും കിഡ്നി ഉണ്ടായാൽ പോരെ. ആവശ്യമുണ്ട്. മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും ഉണ്ടോ? മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും. പൊന്നാര ചങ്ങായി, മിമ്പറയിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുക എന്നുള്ള പരിപാടി സുന്നി രീതിയാണെങ്കിൽ പിന്നെ അത് വേറൊന്ന് ഫിറ്റാക്കേണ്ടതില്ല. സുന്നി ഖതീബിനെ മാണെന്ന് പറഞ്ഞാൽ തന്നെ മായന റെഡിയാണ്. സുന്നി ഖതീബിനെ മാണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അനറബിയിൽ ഖുതുബ ഓതണം എന്ന് പറയുന്നത് എന്തിനാ? ഒലക്കിയും പാന്ത് ഏച്ചൂട്ടാനാണ്. വന്നാൽ ദർസ് നടത്താനും കഴിവുള്ള ആണോ? അപ്പൊ ഖുതുബ പരിഭാഷപ്പെടുത്താൻ അറിയണം. അതെന്തിനാ പ്രത്യേകിച്ച് പരസ്യം കൊടുത്ത്? സാധാരണഗതിയിൽ സുന്നി പണ്ഡിതന്മാർ നടത്തുന്ന പരിപാടി അല്ലാതെ. അപ്പൊ ഏതെങ്കിലും സുന്നി പണ്ഡിതനെ കിട്ടിയാൽ പോരാ, ഇജാതി ഏതെങ്കിലും പോയത്തക്കാരൻ സുന്നി പണ്ഡിതനെ കിട്ടണം എന്നാണ് ആ പരസ്യം അങ്ങനെ കൊടുത്തതിന്റെ വായന. അതാ ഇന്ന് തന്നെ കിട്ടുന്നുണ്ട്. അത് സുന്നികളുടെ രീതിയല്ല. എന്തിനാ പരിഭാഷപ്പെടുത്തുന്നത്? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. എത്ര പള്ളികളിൽ പഴയ കാലഘട്ടത്തിൽ മിക്ക പള്ളികളിലും മലയാളത്തിലല്ലേ പരിഭാഷയും ഖുതുബയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്? അത് ഇടക്കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ചില കെണികളുടെ ഭാഗമായി ചില പള്ളികളിൽ തെറ്റിദ്ധരിച്ച് അങ്ങനത്തെ ചില പണി ഉണ്ടായി. എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ ഹിജ്റ 4 നൂറ്റാണ്ടിൽ ലോകത്തെവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാന്ന് കെ എം മൗലവി എഴുതി വെച്ചിട്ടില്ലേ? അത് നിങ്ങളുടെ പുസ്തകത്തിലില്ലേ? ഈ ലോകത്തിന്റെ കൂട്ടത്തിൽ കേരളം പെടൂലേ? അപ്പൊ നേരത്തെ അതില്ലാന്ന് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ്. പിന്നെ ഉണ്ടായതൊക്കെ പിൽക്കാലത്ത് കേറി വന്നതാണ്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ തെളിവ്? കെ എം മൗലവിന്റെ ബുക്ക്. ഇത് ഖുതുബ ഭാഷയും പരിഭാഷയും മൗലാന നജീബ് മൗലവി എഴുതിയ പുസ്തകമാണ്. സമസ്താന്റെ നേതാവാണ്. പറഞ്ഞൊക്കെ സത്യ. മമ്പാടുത്ത വലിയ പള്ളിയിൽ മീഞ്ചന്ത പ്രമേയം പാസാക്കിയിട്ടും മലയാളത്തിലെ ഖുതുബ നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അവിടെ വല്യള്ളിക്ക് മലയാളത്തിൽ തന്നെയാ ഖുതുബ. മിമ്പറുമ്പോ കയറി മലയാളം ഓതുന്ന ഒരു ടീമുണ്ട്. അത് ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന സ്വീകരിക്കാത്ത അങ്ങനെ ഒരു സകല ഗുലാബിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സ്വഹാബികൾ അങ്ങനെ പഠിപ്പിച്ചതെന്ന് വരുമോ? സ്വഹാബത്തുണ്ടാക്കിയ 10 പള്ളിയിൽ അങ്ങനെയാ വരിക എന്നുണ്ടോ? മുമ്പ് അങ്ങനെയാണെന്നുണ്ടോ? ഇന്ത്യയിൽ ആദ്യം ഉണ്ടായ പള്ളി മമ്പാട്ട ഈ വല്യള്ളിയാ. മലയാളത്തിലാണ് പരിഭാഷയും ഖുതുബയും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ എന്തിനാ മീഞ്ചന്ത പ്രമേയം എന്നറിയോ? മീഞ്ചന്ത പ്രമേയം എന്തിനാന്ന് ഞാനാണ് പറഞ്ഞുതരാ. നേരത്തെ ഉണ്ടായിരുന്ന അറബി ഖുതുബയിൽ നിന്ന് ചില തെറ്റിദ്ധാരണയുടെ ഭാഗമായി പിൽക്കാലത്ത് ചില പള്ളികളിൽ ഈ മലയാള ഖുതുബ പരിഭാഷ വന്നു. അങ്ങനെ വന്നതായി ഉലമാക്കൾ അറിഞ്ഞപ്പോൾ അത് പറ്റൂല. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ, നേരത്തെ ഉണ്ടായിരുന്ന പാരമ്പര്യം നിലനിർത്തി അറബി തന്നെ ഓതണം എന്ന് പിന്നീട് ഉദ്ഘോഷിച്ചതാണ്. നേരത്തെയുള്ളത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് മീഞ്ചന്ത പ്രമേയം. അല്ലാതെ നാട്ടിലൊക്കെ മലയാള ഖുതുബ ഉണ്ടായത് പിന്നെ നിങ്ങൾ അറബി മാറ്റണം എന്ന് പറഞ്ഞതല്ല. മിക്ക പള്ളികളിലും മലയാളത്തിലായിരുന്നു. അപ്പോ അതിനെ ഹറാമാക്കാൻ വേണ്ടി സമസ്ത പ്രത്യേകം പ്രമേയം തന്നെ പാസാക്കി. അല്ല, അതിങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന അറബി ഖുതുബ. അല്ലെങ്കിൽ നിങ്ങൾ പറയും മാലിക് ദീനാർ കാസർഗോഡ് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച അനറബി ഖുതുബ നടന്ന് കാട്ടിത്തേരി. ധർമ്മടത്തെ പള്ളിയിൽ കാണിച്ചു തരി. നിങ്ങളുടെ ഇടക്കാലത്തെ നിങ്ങളുടെ കമ്മിറ്റി കൊടുങ്ങല്ലൂർ പള്ളിയിൽ വരുന്നതിന്റെ മുമ്പ് കാണിച്ചു തരി. ഇല്ല എന്നതിന് കെ എം മൗലവിന്റെ ബുക്കല്ലേ തെളിവ്? ഹിജ്റ 4 നൂറ്റാണ്ടിൽ ലോകത്ത് എവിടെ നടന്നിട്ടില്ല എന്ന്. കേരള ലോകത്ത് പെടൂലേ?
ആജി അബ്ദുൽ വസേട്ടിന്റെ പള്ളിയിലെ ഉറുദു ഖുതുബയാണത്. 40ന്റെ ശേഷം അത് ഉണ്ടായത് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ തന്നെ വാക്കുകളാണ് അതിന്റെ തെളിവ്. എന്നാ പാസാക്കിയത് 1985 60ാം വാർഷികത്തിൽ വെച്ച് എന്ത് ചെയ്തു? 1947 ചരിത്ര പ്രസിദ്ധമായ സമസ്തയുടെ മീൻചന്ത സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. എല്ലാ പള്ളിയിലും അറബിയിലേ പറ്റുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന അറബി തന്നെ തുടരണം, ഇടക്കാലത്ത് വന്ന കരിഞ്ചന്ത കൈയൊഴിക്കണം എന്ന് പ്രമേയം പാസാക്കിയതാണ്. അത് ഇനിയും പ്രമേയങ്ങൾ വരും. നാളെ വഹാബികൾ ഒരു പുതിയ വാദം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. എന്താണ് ആ വാദം? നിസ്കാരം 4 എന്ന് പറഞ്ഞു വഹാബികൾ അങ്ങാടിയിലൂടെ പ്രസംഗിക്കാൻ പോയാൽ അടുത്ത സമസ്തന്റെ 100ാം വാർഷികത്തിൽ ഞങ്ങൾ പ്രമേയം പാസാക്കും. എന്താ പാസാക്കുക? എല്ലാവരും 5 വഖ്ത് തന്നെ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. അതിന്റെ അർത്ഥം നേരത്തെ 5 വഖ്തില്ല 4 നല്ല മൗലവി. തലച്ചോറ് വേണോ? അരിയാഹാരം കഴിച്ചാൽ ഇത് ലളിതമായി മനസ്സിലാകോ?